ാണ് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് 21/5/2024. എൻ്റെ ഉടമ്പടി വിഷയമെന്ന് പറയുന്നത് എനിക്ക് ന്യൂസിലാൻഡിലെ ക്യാപ്പിൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ജാനുവരി ഞാൻ ജോലിയെല്ലാം റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു. എനിക്ക് എല്ലാ പേപ്പേഴ്സും റെഡിയായി. ബട്ട് എനിക്ക് അഡ്മിഷൻസ് മാത്രം കിട്ടിയില്ല. എല്ലാ കോളേജിലും ഞാൻ മീറ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്നത് 2025 ഉള്ളൂ അഡ്മിഷൻ എന്നാണ്. അപ്പോഴത്തേക്കിന് എൻ്റെ കയ്യിലിരിക്കുന്ന ന്യൂസിലാൻഡിലെ ഇമിഗ്രേഷൻസിൻ്റെ പേപ്പേഴ്സ്, എൻ്റെ OETയുടെ പേപ്പേഴ്സ്, എൻ്റെ ഡിസിഷൻ ലെറ്റേഴ്സ് എല്ലാം എക്സ്പയർ ആകും. എനിക്ക് വീണ്ടും ആദ്യം തൊട്ട് എല്ലാ പ്രോസസ്സിങ്ങും സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരവസ്ഥയിൽ ആണ് ഞാനിവിടെ വന്നത്. ഞാനിവിടെ വന്ന് ഞാൻ അച്ഛനെ കണ്ടു, പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ ഏജൻസിയിൽ നിന്ന് ഒരു 2 വീക്സ് കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു പുതിയൊരു കോളേജ് ഓപ്പൺ ആകുന്നുണ്ട്, ബട്ട് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഏർലി മോർണിംഗ് 3:30 എനിക്ക് മെയിൽ വന്നു. അന്ന് രാവിലെ 6 o'clock ഇൻ്റർവ്യൂ ഉണ്ടെന്ന്. ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുന്നേ ഞാൻ എണ്ണ എടുത്ത് നെറ്റി തേച്ച് പ്രാർത്ഥിച്ചു. ഉപ്പും തേനും കൂടെ കഴിച്ചു. മാതാവിൻ്റെ രൂപം കയ്യിൽ മുറുകെ തന്നെ പിടിച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് അന്ന് ഈവനിങ് തന്നെ എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ റിപ്പോർട്ട് വന്നു. ഞാൻ പാസ്സായി. അവർ പറഞ്ഞു ജൂലൈ 22 ക്ലാസ് തുടങ്ങും, പെട്ടെന്ന് തന്നെ എൻ്റെ വിസയും കാര്യങ്ങളും എല്ലാം ശരിയാക്കണം. ഞാൻ മാതാവിനോട് കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ രൂപം മുറുകെ പിടിച്ച് തന്നെ പ്രാർത്ഥിച്ചു. അങ്ങനെ 2 ആഴ്ചയ്ക്കുള്ളിൽ എൻ്റെ പേപ്പേഴ്സ് എല്ലാം റെഡിയായി. 3 ദിവസത്തിനുള്ളിൽ ക്ലാസ് 22 തുടങ്ങും. 19 എൻ്റെ വിസ പാസ്സായി വന്നു. അങ്ങനെ ഞാൻ 21-ാം തീയതി കൊച്ചിയിൽ നിന്ന് ഞാൻ സിംഗപ്പൂരിന് ന്യൂസിലാൻഡിൽ ഞാൻ എത്തി. എനിക്ക് ദൈവകൃപയാലും മാതാവിൻ്റെ കൃപ കൊണ്ടും എനിക്ക് ക്യാബ് പൂർത്തിയാക്കി ഞാൻ ന്യൂസിലാൻഡിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് എനിക്ക് തിരിച്ചു വരാൻ പറ്റി. എനിക്ക് കിട്ടിയ ഈ ഒരു അനുഭവം ഞാൻ എൻ്റെ കൂട്ടുകാരോടും എല്ലാവരോടും അവിടെ ഞാൻ പറയാറുണ്ട്. കാരണം മാതാവിൻ്റെ ഈ ഒരു അനുഗ്രഹം എല്ലാവരും അറിയണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. ഞാൻ എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ അവിടെ വർക്ക് ചെയ്യുമ്പോഴായാലും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. രോഗികളുടെ ഇടയിലും ഞാൻ തിരിച്ചു വന്നപ്പോൾ അന്നദാനവും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെല്ലാം പോയി ഞാൻ വിസിറ്റ് ചെയ്യാറുണ്ട്. നടത്തിയിട്ടുള്ള എല്ലാ വഴികൾക്കായി മാതാവിനും എൻ്റെ യേശുപ്പച്ചനും 1000 കോടി നന്ദി.